Dear students, very good morning all. All are welcome to Business Management New Classroom. In this video, we are going to discuss planning, a detailed study about planning function of management. First of all, planning is the primary and basic function of management. It is a bridge between present and future. It is a continuous process. It involves determination of future course of action and laying down the sequence of action to accomplish the objectives. ഒരു മാനേജ്മെന്റിന്റെ പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ഇൻ ബിറ്റ്വീൻ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഇപ്പോൾ പ്രസന്റിൽ ഫ്യൂച്ചറിൽ എന്ത് ഇവന്റ് ഒക്കർ ചെയ്യണം അല്ലെങ്കിൽ എന്ത് അക്കംപ്ലിഷ് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിക്കുകയാണ്. ഇനി അഡ്വാൻസ് ആയിട്ട് ഡിസിഷൻ എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണെന്ന് ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. It involves the determination of future course of action and laying down the sequence of action to accomplish the objectives. ഇപ്പോൾ ഫ്യൂച്ചറിലെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നു. ആ ഡിസിഷൻസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തു പോകുന്നു. ഓക്കെ, then let's go. What is the meaning of planning? Maybe ask the 2 marks question or 1 marks question. What do you mean by planning? Planning is the fundamental function of management. It is concerned with thinking before doing and deciding in advance. Thinking before doing and deciding in advance. What is to be done, how is to be done, when is to be done, and who is to do it. ആരായിരിക്കണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ടൊരു തീരുമാനം നമ്മൾ അതിൻ്റെ മേലെ എടുക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് തിങ്കിങ് ബിഫോർ ഡൂയിങ്. അപ്പം ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഒരു ഡിസിഷൻസ് എടുക്കുന്നു. ആ ഡിസിഷൻ എടുക്കുന്നതിനെ ആണ് നമ്മൾ എന്ത് പറയുക, പ്ലാനിങ് എന്ന് പറയുക. അപ്പോൾ maybe ask the question, what do you mean by planning? Planning is the fundamental function of management. It is concerned with thinking before doing and deciding in advance what is to be done, how is to be done, when is to be done, and who is to do it. Okay, then let's go. What is the definition of planning? പ്ലാനിങ്ങിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നിർവചനം ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കാം. അക്കോർഡിംഗ് ടു അലൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് അലൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാനേജ്മെന്റ് പ്ലാനിംഗ് ഇൻവോൾവ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ഫോർകാസ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രോഗ്രാംസ്, പ്രൊസീജിയേഴ്സ്, ഷെഡ്യൂൾസ് ആൻഡ് ബജറ്റ്സ്. ഓക്കെ, ഒത്തിരി ബജറ്റുകൾ, പ്രോഗ്രാമുകൾ, ഷെഡ്യൂളുകൾ, പ്രൊസീജിയേഴ്സ്, പോളിസീസ്, ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഫോർകാസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് ഇൻവോൾവ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ഫോർകാസ്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ വിഷൻ ചെയ്യുന്നതാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അയാളുടെ പ്ലാന് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു. നമ്മൾ ലോക്ക്ഡൗൺ പീരിയഡ് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായി തീരണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ലോക്ക്ഡൗണിൽ നമ്മൾ എടുക്കുന്ന ഒരു ഫോർകാസ്റ്റ്, അപ്പോൾ ഒരു ഫ്യൂച്ചർ വിഷൻ, ഇപ്പോൾ ഒരു 4 മന്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 മന്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രൈസിസ് നമ്മൾ വിട്ടു പോകും. അപ്പോൾ നമുക്കത് ഓവർകം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ആക്ഷനെ നമ്മൾ വിഷൻ ചെയ്യുന്നതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മാനേജ്മെന്റ് പ്ലാനിംഗ് ഇൻവോൾവ്സ് the development of forecast, objectives, policies, procedure, program, schedule and budgets. ഇങ്ങനെയാണ് അലൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്.
നമുക്ക് അടുത്തൊരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഹൈമാൻ. ഹൈമാൻ ഒരു സിമ്പിൾ ഡെഫിനിഷൻ തന്നിട്ടുണ്ട് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. എന്താണ് ഹൈമാൻ്റെ അഭിപ്രായത്തിൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നുള്ളതിന് ഡിസൈഡ് ചെയ്യുന്നു അഡ്വാൻസ് ആയിട്ട്. അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ദെൻ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലാനിങ് എന്ന് പറയുക എന്നാണ് ആര് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഹൈമാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. Is it clear? Okay. Then next topic, features of planning. What are the important features of planning? Features of planning. Planning in the features എന്തെല്ലാമാണ്? നമ്മൾ എന്താണ് പ്ലാനിങ് എന്നുള്ളതിന്റെ മീനിങ്ങും ഡെഫിനിഷനും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് ആണ്. Then what is the first features? It is done on the basis of objectives. It is done on the basis of objectives. It is done on the basis of objectives. Objectives-നെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്ലാനിങ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു പ്ലാനിങ് ഫ്യൂച്ചറിനെയും പ്രസന്റിനെയും ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ഇൻ ബിറ്റ്വീൻ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ എന്താണ് അറ്റൈൻ ചെയ്യേണ്ടത്, ആ ഒബ്ജക്റ്റീവ്, ആ ഗോള് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റീവിനെ അനുസരിച്ചിരിക്കും നമ്മുടെ പ്ലാനിങ്. സോ it is done on the basis of objectives. Planning involves certain steps like determination of objectives and development of policies, programs, procedure, schedule to achieve the objectives of an organization. Okay, അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഡിസിഷൻസ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ പ്ലാനിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എങ്ങനെയാണോ നമ്മൾ ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലാനിങ് പ്രോസസ് നടക്കുന്നത്. ദെൻ പ്ലാനിങ് ഇൻവോൾവ്സ് സർട്ടൺ സ്റ്റെപ്സ്. ഓരോ ഫങ്ഷൻസിനും അതിൻ്റെതായ സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ ഹയറാർക്കി ലെവൽസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്ലാനിങ്ങിന് ഇറ്റ് ഹാസ് സർട്ടൺ സ്റ്റെപ്സ്. That is determination of objectives. Objective determine ചെയ്യണം. Fundamental steps. Then and the development of policies. അപ്പോൾ അതിലേക്ക് ആവശ്യമായ പോളിസീസ്, പ്രോഗ്രാമുകൾ, ഷെഡ്യൂളുകൾ, പ്രൊസീജിയേഴ്സ് അതിൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നു? ഡെവലപ്മെൻറ്റ് നടത്തുന്നു. ഓക്കെ. Then to achieve objectives of the organization. Clear? Then second one, it is futuristic. It is futuristic. ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ വിഷനാണ്. അപ്പോൾ ആ ഫോർകാസ്റ്റിംഗ് പ്രോസസ്സാണ് ഇവിടെ എന്താ എടുക്കുന്നത്? പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഈസ് എയിംഡ് അറ്റ് ഡിറ്റർമിനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ so as to achieve the best result for the enterprise. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫ്യൂച്ചർ വിഷൻ ഉണ്ടായിരുന്നാൽ ആ വിഷന് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകൾ, ഷെഡ്യൂളുകൾ, പ്രൊസീജിയേഴ്സ്, പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിലൂടെ ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്ലാനിങ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ദെൻ തേർഡ് വൺ, it is the primary function of management. It is the primary function of management. It is the primary function of management.
നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞതാണ് പ്രൈമറി ആണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആണ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. Without planning, there is no any organization, there is no any controlling, there is no any directing, there is no any organization or staffing of an organization. ഇപ്പോൾ പ്ലാനിങ് ഇല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഒരു ആസ്പെക്റ്റിനും അവിടെ എന്തില്ല, റോളില്ല. ഓക്കെ, then it is the primary function of management. Without planning, an organization cannot work to achieve their goals. നമുക്കൊരു പ്ലാനും ഇല്ലാതെ നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ആ കോഴ്സിൽ എന്താ പഠിക്കാനുള്ളത്, ആ കോഴ്സിനകത്ത് പഠിച്ചാൽ എന്ത് ബെനിഫിറ്റ് ആണുള്ളത്, എത്ര വർഷമാണ് കോഴ്സ് പഠിക്കേണ്ടത്, ആ കോഴ്സിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ച് ഒന്നും ഐഡിയ ഇല്ലാതെ ആരോ എന്തോ പറഞ്ഞതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ അവിടെ എന്തില്ല, ഒരു പ്ലാനിങ്ങും നമ്മുടെ പക്കലില്ല. അപ്പോൾ ആ ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്താണോ വന്നു ചേരുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമായിരിക്കും നമുക്കുണ്ടാവുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഞാൻ ഡിറ്റർമിനേഷൻ എടുക്കണമായിരുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരുള്ളൂ. അപ്പോൾ പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഓർ ഫണ്ടമെന്റൽ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ദെൻ ഫോർത്ത് വൺ, പ്ലാനിങ് ഈസ് എ മെന്റൽ ആക്ടിവിറ്റി. പ്ലാനിങ് ഒരു മെന്റൽ ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് എ മെന്റൽ ആക്ടിവിറ്റി. ഓക്കെ, പ്ലാനിങ് ഒരു പേപ്പർ വർക്കാണ് അല്ലെങ്കിൽ ഒരു മെന്റൽ വർക്കാണ്. ദെൻ ഇറ്റ് ഈസ് ആൻ ഇന്റലക്ച്വൽ പ്രോസസ്. വളരെ കണിശമായി ചിന്തിച്ചിട്ട് ഒരു കൂട്ടം ആളുകൾ ഷെഡ്യൂളുകളും പ്രോഗ്രാമുകളും ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയാണ്, പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവരികയാണ്. എങ്ങനെയായിരിക്കണം പ്രോഗ്രാം നടത്തേണ്ടത്, എപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം, എപ്പോഴാണ് പ്രോഗ്രാമിന് ഇൻ്റർവെൽ അലോട്ട് ചെയ്യേണ്ടത്, എത്ര പ്രോഗ്രാം അല്ലെങ്കിൽ എത്ര വിധത്തിലുള്ള പ്രോഗ്രാം ഇൻവോൾവ് ചെയ്യിക്കണം, എപ്പോഴാണ് അത് എൻഡ് ചെയ്യേണ്ടത്, ആരായിരിക്കണം ഇനോഗ്രേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സാണ് പ്ലാൻ. ഇത് എന്ത് ചെയ്യുന്നു, ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു പോകുന്നു. അപ്പോൾ നമ്മൾ പേപ്പർ വർക്ക് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ വർക്ക് അല്ലെങ്കിൽ മെൻ്റൽ വർക്കായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെയും അതുപോലെ ഡയറക്ഷൻ്റെയും സ്റ്റാഫിങ്ങിൻ്റെയും ഒക്കെ ആവശ്യകത കടന്നു വരുന്നത്. ഇറ്റ് ഈസ് ദ കോൺഷ്യസ് ഡിറ്റർമിനേഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപാട് സ്ട്രെയിൻ എടുത്തുകൊണ്ട് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, ദാറ്റ് ഈസ് തിങ്കിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. അതാണ് എന്ത് ചെയ്യുന്നത്, പ്ലാനിങ് ഈസ് എ മെന്റൽ ആക്ടിവിറ്റി എന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ് പ്ലാനിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുന്നത്? It is continuous and permanent process. It never ends. It never ends. A manager makes plans and also modify the old plans according to the information received from the person who are responsible to execute it. അങ്ങനെ ഓരോ ഇൻഫോർമേഷൻസ് വളരെ റെലവെൻ്റ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷനും കൂടി എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പ്ലാനിലേക്ക്, ഓൾഡ് പ്ലാനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇവൻ്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഇനി ആ ഡിസിഷനിലേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല, ഒന്നും ഡിഡക്റ്റ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ഒന്നും ഒഴിവാക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഈ ഒരു സർക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡൈനാമിക്. ഇറ്റ് ഈസ് ഡൈനാമിക്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. The entire planning is done on the basis of some assumptions. അപ്പോൾ ഫ്യൂച്ചറിൽ ഇത്ര ആവശ്യം ഉണ്ടായിരിക്കും, ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് ഫ്യൂച്ചർ ആകുമ്പോൾ ഇന്ന മന്ത് ആകുമ്പോൾ ഒരു കോസ്റ്റ് ഇത്ര ആയിരിക്കാം എന്നുള്ള
അസംഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാനിങ് നടത്തുന്നത്. വിച്ച് മെ നോട്ട് ബി കറക്റ്റ് ഓർ ട്രൂ ഇൻ ദ ഫ്യൂച്ചർ. മേ ബി അത് എക്സസ് ആവാം, അല്ലെങ്കിൽ കറക്റ്റ് വാല്യൂ ആവാം, അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ താഴെ ലെവലിൽ കോസ്റ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ സാധ്യതകൾ അതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ്? അസംഷൻസിൻ്റെ ബേസിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഇവൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഇവൻറ്റ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു കിട്ടുന്നു. പക്ഷെ അങ്ങനെ ഒരു ഡൊണേഷൻ വരുന്ന കാര്യം എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പ്ലാൻ ചെയ്ത സമയങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഡൊണേഷൻ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് കിട്ടുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിക്കൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കോസ്റ്റ് നമുക്ക് കുറഞ്ഞു കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ടായി, വാല്യൂസിൽ നമ്മൾ ഫിനാൻഷ്യലി സെറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ റിഡക്ഷൻ സംഭവിച്ചു കിട്ടും. സോ ദ മാനേജ്മെന്റ് വാണ്ട്സ് ടു റിവൈസ്, മോഡിഫൈ ആൻഡ് അഡ്ജസ്റ്റ് പ്ലാൻസ് ആസ് പെർ ദ എക്സിസ്റ്റിംഗ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ കടന്നു വരുന്ന സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെന്റ്. സോ ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. Then next one, planning is pervasive. Seventh one, planning is pervasive. Then എന്തുകൊണ്ടാണ് പ്ലാനിങ് ഒരു പെർവാസീവ് നേച്ചർ ആണ് എന്ന് പറയുന്നത്? All levels of management, whether top level, middle level or lower levels, are engaged in the process of planning. നമുക്കറിയാം ടോപ്പ് ലെവൽ മാനേജ്മെന്റിനും മിഡിൽ ലെവൽ മാനേജ്മെന്റിനും ലോവർ ലെവൽ മാനേജ്മെന്റിനും എന്തുണ്ട്, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ദെൻ ഓരോ റെസ്പോൺസിബിലിറ്റീസും ഓരോ അതോറിറ്റിയും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് എന്തുണ്ടായിരിക്കണം, പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അല്ലാതെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് മാത്രമേ പ്ലാനിങ് ഉള്ളൂ, അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെന്റിന് അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെന്റ് മാത്രമേ പ്ലാനിങ് ഉള്ളൂ എന്ന് പറയുന്നിടത്ത് ശരിയല്ല. ഓക്കെ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും പ്ലാനിങ് പ്രോസസ്സ് ഇൻവോൾവ് ആണ്. ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പ്ലാൻസ് ഫോർ ഹോൾ ഓർഗനൈസേഷൻ. ദെൻ അതിന്റെ സബ് ഡിവിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മിഡിൽ ലെവലിലേക്കും ലോവർ ലെവലിലേക്കും ക്യാരി ഫോർവേഡ്. അപ്പോൾ ലോവർ ലെവലിലെ സൂപ്പർവൈസർ, ദെൻ ഫോർമാൻ, ദെൻ മിഡിൽ ലെവലിലുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, ഇവരൊക്കെ അഡീഷണലി പ്ലാനിങ് പ്രോസസ്സിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. സോ പ്ലാനിങ് ഈസ് പെർവാസീവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ദ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. Eighth one, it involves selection of best course of action. Best course of action. Best course of action എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ദെൻ ഇപ്പം നമുക്കറിയാം ഒരു പ്ലാനിങ് പ്രോസസ് ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാദർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നാലും ടൈമിൻ്റെ കാര്യത്തിലായിരുന്നാലും ബെനിഫിറ്റിൻ്റെ കാര്യത്തിലായിരുന്നാലും ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. There are number of alternatives course of action to achieve a specific goals of an organization. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സാമിന് ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ എക്സാമിന് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ചോയ്സ് ഉണ്ട്. ഏതിന്, ആ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുക. നോട്ട്സ് ഉപയോഗിക്കാം, ടെക്സ്റ്റ് ഉപയോഗിക്കാം, ദെൻ ഗൈഡ്, മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഗൈഡുകൾ ഉപയോഗിക്കാം, ദെൻ നെറ്റ്വർക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സോഴ്സുകളുണ്ട്. ഇത് ഏറ്റവും ബെസ്റ്റായി നമുക്ക് തോന്നുന്നത്, ഏറ്റവും സിമ്പിളായി തോന്നുന്നത്, ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത്, ഏറ്റവും ക്ലിയർലി അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതാണ് ഓരോ സ്റ്റുഡൻറ്റും സെലക്ട് ചെയ്യുക. നോട്ട് കുറച്ച് വായിക്കുന്നു, ടെക്സ്റ്റ് കുറച്ച് വായിക്കുന്നു, നെറ്റൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നു, ദെൻ ഗൈഡ് യൂസ് ചെയ്യുന്നു, ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് സജഷൻസ് ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയി തോന്നുന്നത് എന്താണോ അതാണ് അവരെന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഏറ്റവും നല്ല കോഴ്സ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആക്ഷൻ ഏതാണോ
ഉണ്ടാവുന്നത് അതെന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യും. സം ഓഫ് ദം മേ ബി ഫീസിബിൾ ആൻഡ് അതേഴ്സ് നോട്ട്. അപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, മറ്റുള്ളത് അത്ര കണ്ടിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റിജക്റ്റ് ചെയ്യും. സോ പ്ലാനിങ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം ദ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. ഓക്കെ, then ninth one, it should be flexible. Ninth one, it should be flexible. മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയ പ്ലാനിംഗ് പൂർണ്ണമായും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി റിജിഡ്. The management should be able to make changes according to the circumstances or the conditions. അപ്പോൾ ഓരോ സിറ്റുവേഷൻസിനെ, ഓരോ സർക്കംസ്റ്റാൻസിനെ, ഓരോ കണ്ടീഷൻസിനെ അനുസരിച്ച് കൊണ്ട് പ്ലാനിങ്ങിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പോൾ അത് റിജിഡ് ആക്കി വെക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇൻ ഓൾ ടൈംസ്. ഓക്കെ, then 10th one, it should be participative. It should be participative. It should be participative. It should be participative. എന്താണ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ? പാർട്ടിസിപ്പേറ്റീവ് ആണ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡൺ ബൈ ആൻ ഇൻഡിവിജ്വൽ. Different persons may contribute to the formulation and the final selection of major plan of action. Okay, ഓരോരുത്തരും ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ ഫൈനൽ സെലക്ഷൻ എടുക്കുന്നത് കൂട്ടമായിട്ടുള്ള ഒരു ടീമായിരിക്കും അതിൻ്റെ സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ റിസൾട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, then 11th one, it is to be directed towards efficiency. It is to be directed. It is to be directed towards efficiency. Towards efficiency. The main purpose of planning is to be increase efficiency of an organization. നമ്മളൊരു പ്ലാനിംഗ് പ്രോസസ് നടത്തുന്നതിൻ്റെ പ്രൈമറി മോട്ടീവ് എന്തായിരിക്കണം? അതിൻ്റെ എഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ഒരു പ്ലാനിംഗ് പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. It is done by way of planning the activities and determining the goals and objectives preciously. ഓക്കെ, അപ്പോൾ ഒരു പ്ലാനിംഗ് പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, നല്ല ഒരു ഗോള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഈ പ്ലാനിങ് എന്ത് ചെയ്യുന്നു, നമ്മെ സഹായിക്കുന്നു. പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്താണോ അത് വളരെ ഇഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്തു പോകാൻ അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നു. ഓക്കെ, 12th one, planning is forward looking. That means forecasting. It is forward looking. It is forward looking. Planning എന്ന് പറയുന്നത് planning is forward looking. That means forecasting. It is primarily concerned with looking into future. It requires forecasting of future. ഒരു ഫ്യൂച്ചർ വിഷനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വ്യൂ ചെയ്യുന്നുണ്ട്. Situation in which the organization has to functions. Okay, is it clear? Thank you.